അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ്. ഇന്നും ഒരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. മലയാറ്റൂരാണ്. അപ്പോൾ ഞാൻ ഫാമിലിയും പിന്നെ കൊച്ചാപ്പട മക്കളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 3 വണ്ടിക്കാണ് പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടില്ല. അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇത് ശരിക്കും വനത്തിനുള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാണ് സ്ഥലങ്ങൾ. അവന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ്, നല്ല തണലാണ്. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നല്ല വെയിലായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പാസ് എടുക്കണം. വണ്ടിക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷമാണ് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ അവിടെ വെച്ചിട്ട്, എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, കപ്സ, അങ്ങനെ എല്ലാം. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുളിക്കാനായിട്ട് മക്കൾ വെള്ളത്തിലൊക്കെ ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയാണ് പോകുന്നത്. ഇത് ശരിക്കും കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോകണം. പക്ഷേ നല്ല തണലായതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് നടക്കാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ മരങ്ങളായതുകൊണ്ട് വേരുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടി വീഴാതെ എല്ലാവരും നോക്കണം. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ നടന്ന് വേണം ഈ കുളിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് ബാഹുബലിയും പുലിമുരുകനൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. എന്തായാലും അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴിയിൽ കണ്ടിങ്ങനെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് മഹാഗണിത്തോട്ടമാണ്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴികളിൽ കാണുന്നതൊക്കെ ഫുള്ള് ഈ മഹാഗണിയുടെ മരം കൊണ്ടായി നിൽക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കുരങ്ങുകളുടെ ശല്യമുണ്ട്. അപ്പോൾ അത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. ബാഗും കവറൊക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കുരങ്ങന്മാർ അതും എടുത്തുകൊണ്ട് പോകും. കണ്ടാ കുരങ്ങ് ഇഷ്ടംപോലെ ഉണ്ട്. അവർ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേ കണ്ടില്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഇറങ്ങി തകർക്കണേണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇറങ്ങിയിട്ട വെള്ളത്തിൽ. പിന്നെ നമുക്ക് ഇറങ്ങി നിന്നാലേ അങ്ങനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നല്ല അങ്ങനെ അധികം താഴ്ചയൊന്നുമില്ല. ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ നിൽക്കുള്ളൂ. വെള്ളം ഒഴുക്കും കുറവാണ്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാകും. അങ്ങനെ കച്ചറയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോകണം കേട്ടോ. പോകുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ പോയാലുള്ളൂ അധിക ടൈം നിൽക്കാൻ പറ്റുള്ളൂ. 5 മണിയാകുമ്പോൾ അവർ അതിൽ നിന്ന് നമ്മൾ പുറത്ത് ഇറങ്ങണം. അതുവരെയുള്ളൂ ടൈമിങ് കൊടുത്തേക്കണത്. അപ്പോൾ 5 മണിക്ക് ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ. എന്നാലും ഞങ്ങൾ അത്യാവശ്യം വെള്ളത്തിൽ തന്നെയായിരുന്നു ഫുള്ള് നിന്നത്. സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെ എല്ലാ ഇതുണ്ട്. പിന്നെ ഈ ഒരു ശല്യം, ഈ കുരങ്ങൻ്റെ ശല്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും തിരിച്ചിറങ്ങി പോരുന്ന വഴിയാണ്. ഇപ്പോൾ ഇതുണ്ട്, ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിള്ളേർക്ക് സോഡ, സർബത്ത് പിന്നെ അതൊക്കെ കുടിക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കടയിൽ വന്ന് കയറിയതാണ് എല്ലാവരും. അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും ഈ സ്ഥലത്ത് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.